അതെ, എന്താ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലോ? പാക്കേജ് ഒക്കെ എടുത്ത് ഒരുപാട് പൈസ പാക്കേജ് ഒന്നും വേണ്ട, നമുക്ക് തന്നെ പ്ലാൻ ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത് തന്റെ ഒരു 30,000 എടുക്കാനുണ്ടോ? ഉണ്ടാവും. അതിനെ പറ്റിയൊരു സ്ഥലം ഉണ്ട് എൻ്റെ കയ്യില്. ഇപ്പൊ വിസ ഒക്കെ എടുക്കണ്ടേ? വിസ ഒന്നും വേണ്ടാത്ത സ്ഥലമാണെങ്കിലോ? അതേത് സ്ഥലം? മലേഷ്യ. മലേഷ്യ എന്നാ പോയാലോ? പോവാം. അങ്ങ് ദൂരെ മലേഷ്യ. ഹലോ, എന്റെ പേര് നിഖിൽ. എന്റെ പേര് ഗോപിക ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇത് നമ്മളുടെ മലേഷ്യൻ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ആൻഡ് ഇത് ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. അപ്പൊ നമ്മളൊരു 5 ഡേ മലേഷ്യൻ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ സീരീസിന്റെ എൻഡിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് കോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു ട്രാവൽസിന്റെ ഹെൽപ്പും കൂടാണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് അതിന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ തുടങ്ങാം. സോ ഇത് ഞങ്ങളുടെ ജേർണിയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഈ ദിവസം ഞങ്ങൾ മോസ്റ്റ്ലി ട്രാവലിംഗ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുക, കോലാലംപൂർ എയർപോർട്ട് ഇറങ്ങുക, അവിടെ നിന്ന് മെട്രോ കയറി നമ്മൾ KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്ത് പെനാഗിൽ ഇറങ്ങും. പെനാഗിൽ നിന്ന് നമ്മൾ ഐലൻഡിലേക്കാണ് പോകുന്നത്. ജോർജ് ടൗൺ ഇസ് ആക്ച്വലി എൻ ഐലൻഡ്. സോ പെനാഗിൽ നിന്ന് നമ്മൾ ഫെറി എടുത്തിട്ടാണ് ജോർജ് ടൗണിലേക്ക് പോകാനുള്ള പ്ലാൻ. സോ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 12:20 വരേണ്ട ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നത് 3 മണി ആവാറായപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡിലേ ആയിരുന്നു. സോ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടായിരുന്നു. സോ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫ്ലൈറ്റ് വരാനുള്ള ടൈം ഓൾമോസ്റ്റ് ആയി. അപ്പോൾ ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് 3-3:30 മണി ആവാറായിരുന്നു ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും. സോ ഇനി നമ്മൾക്ക് മലേഷ്യയിൽ എത്തിയിട്ട് കാണാം. Kini kita tengah mendarat lapangan terbang antarabangsa Kuala Lumpur dan waktu tempatan sekarang. Sebagai peringatan, merokok di dalam kabin dan juga tanah pesawat adalah tidak dibenarkan bagi pihak Kapten Syahrizan, Kapten Akilan dan juga semua anak kapal. 7 മണിക്ക് രാവിലെ മലേഷ്യയിലെത്തുന്ന ഞങ്ങൾ മലേഷ്യയിൽ എത്തിയത് 11 മണിയാവാറായപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ട്രെയിൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് മാക്സിമം പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പടച്ച് ട്രെയിനിൻ്റെ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മെട്രോയിലേക്ക് പോകാനുള്ള കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെയിനിൻ്റെ പേര് ക്ലിയ എക്സ്പ്രസ് എന്നാണ്. ക്ലിയ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലേഷ്യയിലെ എയർപോർട്ട്സിനെ KL സെൻട്രലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിനാണ്. ആക്ച്വലി ക്ലിയ എക്സ്പ്രസ് ഉണ്ട്, ക്ലിയ ട്രാൻസിറ്റും ഉണ്ട്. ക്ലിയ എക്സ്പ്രസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ ട്രെയിൻ കയറി. ഇനി നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ KL സെൻട്രലാണ്. KL സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോലാലംപൂർ സെൻട്രൽ. ദാറ്റ് ഇസ് കോലാലംപൂരിലെ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടും ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ വിചാരിച്ചു എന്തായാലും ട്രെയിൻ മിസ്സായി, ഇനിയിപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ബസ്സാണ്. ബസ് ആക്ച്വലി നമ്മൾ ട്രെയിനിനേക്കാളും ഓൾമോസ്റ്റ് ഡബിൾ ദ ടൈമാണ്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ KL സെൻട്രലിൽ നിന്ന് പെനാഗിലേക്ക് ഒരു ബസ് കയറി. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ പേര് ബട്ടർവർത്ത് എന്നാണ്. ബട്ടർവർത്തിലേക്ക് ഞങ്ങൾ ബസ് കയറി. ഇവിടുത്തെ ബസ്സസൊക്കെ ആക്ച്വലി ഭയങ്കര കംഫർട്ടബിളാണ്. എല്ലാം റിക്ലൈനർ ടൈപ്പ് സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ ഉറക്കം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇവിടുന്ന് ബട്ടർവർത്തിലേക്ക് ആക്ച്വലി 6 മണിക്കൂറുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജേർണി വാസ് സോ ടയറിങ്.
ഞങ്ങൾ പെനാഗ് സെൻട്രൽ എത്താറായി. ഇനി ഇവിടെ നിന്ന് ഫെറി എടുത്തിട്ട് വേണം നമ്മൾക്ക് ജോർജ് ടൗൺ ഐലൻഡിലേക്ക് പോകാനായിട്ട്. ബട്ടർവർത്ത് സ്റ്റേഷനിൽ ആക്ച്വലി ട്രെയിൻ ഉണ്ട്, ബസ്സുണ്ട് ആൻഡ് ഫെറി ഓൾസോ ഉണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് എല്ലാ ട്രാൻസ്പോർട്ട് സർവീസിലേക്കും പോകാനുള്ള ആക്സസ് ഉണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബട്ടർവർത്ത് സ്റ്റേഷൻ എത്തി. ഇനി നമുക്ക് ഫെറിയുടെ അങ്ങോട്ട് പോകാം. ഇവിടെ ഓരോ ഹാഫ് ആൻ അവർ കൂടുമ്പോഴും ഫെറി സർവീസ് ഉണ്ട്. ആൻഡ് രാത്രി ആവും തോറും ഓർ പീക്ക് അവേഴ്സ് കഴിയുന്തോറും അത് 1 hour ടൈമിലേക്കാവും. സോ ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട് ഫെറി വരാൻ. അപ്പോഴത്തേക്കും ഞങ്ങളൊരു മാഗിയൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫെറി സ്റ്റേഷൻ കണ്ടിട്ട് നമുക്ക് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ആണ് ഓർമ്മ വന്നത്. പക്ഷേ അതിലും ഒന്നും കൂടി ഓർഗനൈസ്ഡ് ആണ്. കുറേ അധികം ആൾക്കാർ ഈ സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫെറിയിലേക്ക് വെഹിക്കിൾസിന് കയറാൻ സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട് ആൻഡ് ആൾക്കാർക്ക് കയറാൻ സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. അങ്ങനെ ഫെറി ജേർണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജോർജ് ടൗൺ എത്തി. ജോർജ് ടൗൺ ആണ് ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആൻഡ് ഇവിടെ ഞങ്ങൾ ഒരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്യാബ് എടുത്ത് Airbnbയിലേക്ക് പോകാം. മലേഷ്യയിലെ ഏറ്റവും പോപ്പുലർ ടാക്സി ആപ്പ് ഗ്രാബാണ്. ഗ്രാബ് വഴി നമുക്ക് ടാക്സി ഹയർ ചെയ്യാൻ പറ്റും, ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ പേയ്മെൻറ്റ്സ് വരെ ചെയ്യാൻ പറ്റും. ജോർജ് ടൗൺ ആക്ച്വലി കോലാലംപൂർ സിറ്റി പോലെ അത്ര ബിസി അല്ല. ഇവിടെ കുറച്ചും കൂടി ഒരു കാം അറ്റ്മോസ്ഫിയർ ആണ് ആൻഡ് ലെസ് ബിസിയർ ആണ്. ആൻഡ് ജോർജ് ടൗൺ ഇസ് ഓൾസോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. സോ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ Airbnbയിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ദിസ് വിൽ ബി അവർ ഹോം ഫോർ 2 days. നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഡു കമന്റ് ഡൗൺ ബിലോ. ഞങ്ങൾ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിനി എപ്പിസോഡ് 2 കാണാം. അതുവരേക്കും ബൈ.